ഈ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ പലർക്കും ഒരു സ്വപ്നമാണ്. തീർച്ചയായിട്ടും സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. ഒരു വീഡിയോ കണ്ടു മുരളിച്ചേട്ടൻ്റെ. മുരളിച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ സിനിമയിൽ മുരളിച്ചേട്ടൻ ഇടുന്നതിനേക്കാൾ മുന്നേ വീഡിയോ ഇടേണ്ട ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. കാരണം സിനിമയുടെ വർക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രൊമോഷൻ വരെ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്നും വീണ്ടും 1 ലക്ഷം രൂപയോളം എനിക്ക് തരാനുള്ള ഒരു സിനിമയാണ് സുമതി വളവ്. എനിക്ക് കിട്ടിയിട്ടില്ല, ഇതേപോലെ പലർക്കും കിട്ടിയിട്ടില്ല. അത് നമ്മളൊക്കെ എപ്പോഴോ വീഡിയോ ഇടുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ പൈസയൊക്കെ ഫെഫ്ക പോലെയുള്ള ഒരു സംഘടനയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത് മേടിച്ച് തരാൻ അത് അവർ ചെയ്യുമായിരുന്നു. കാരണം വെച്ചാൽ ഫെഫ്കയിലൊക്കെ നമ്മളതൊരു കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കിട്ടുമായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അവർ റിലീസ് ഇത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ നമ്മളെ അക്കൗണ്ടിൽ തരാം എന്നൊക്കെ ഉള്ള ഉറപ്പിൻ്റെ പുറത്താണ് നമ്മളൊന്നും ഇങ്ങനെ ഒരു വീഡിയോ പരിപാടിയൊന്നും ചെയ്യാഞ്ഞത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ സുമതി വളവിനെ കുറിച്ച് പറയാം. പക്ഷേ ഒരു കാര്യം പറയാം, ഞാൻ ആ വർക്ക് ചെയ്തപ്പോൾ വ്യക്തമായി അതിനൊരു ഇത്ര ദിവസം എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ ആണ് നടന്നിട്ടുള്ളത്. അതൊക്കെ അവസാന നിമിഷം ഇത്രയും കൂടി ചിലവായി നഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ഓരോരാൾ ഇൻഡിവിജ്വലിനെ കുറ്റപ്പെടുത്തി പറയുമ്പോഴും അവർക്കും നാളെ വേറെ സംഭവങ്ങളൊക്കെ ഉള്ളതല്ലേ. അത് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു. ഒന്നില്ലെങ്കിലും ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവരെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയാം. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാനുള്ളൂ. താങ്ക് യു.